അല്ല, ഇതൊരു ഇംഗ്ലീഷ് വാചകമാണ്. ഈ മന്ത്രം അറിയാവുന്നവന്, ഈ മന്ത്രം പറയാൻ ചങ്കുറപ്പുള്ളവന് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. അതാണ് ഞാൻ പഠിച്ച പാഠം. ഞാൻ എപ്പോഴും 24 മണിക്കൂറും പറയാൻ ആഗ്രഹിക്കുന്ന മന്ത്രവും അതാണ്. എന്തെങ്കിലും നേടാൻ ജീവിതത്തിൽ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടാൻ കാരണമായ ഏതെങ്കിലും മേന്മ എന്നിൽ അവകാശപ്പെടാൻ എനിക്ക് കഴിയും എങ്കിൽ, അതിന് കാരണം ഞാൻ ഈ മന്ത്രം പറയാറുണ്ട്. എന്നും ഈ മന്ത്രം ഉച്ചത്തിൽ എന്നോടെങ്കിലും പറയാറുണ്ട് എന്നതാണ്. ഈ മന്ത്രം പഠിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാം പറഞ്ഞാൽ. പക്ഷെ നമ്മുടെ സ്കൂളിലും കോളേജിലും ഒക്കെ ഈ മന്ത്രം പറഞ്ഞ കുട്ടികളെ തല്ലും, വീട്ടിലെ അച്ഛനും അമ്മയും മക്കളെ തല്ലും. ഈ മന്ത്രം ഒരു ഇംഗ്ലീഷ് വാചകമാണ്. അത് ഒരു കച്ചവടക്കാരൻ്റെ കഥയാണ്. ജാർഖണ്ഡിന്റെ തലസ്ഥാനമായ റാഞ്ചിയിൽ നിന്നും 30 കിലോമീറ്റർ അകലെയുള്ള ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിൽ 19 വയസ്സിൽ പരം പ്രായമുള്ള സിദ്ധാംശു ചതുർവേദി എന്ന് പറയുന്ന ഒരു പഴക്കച്ചവടക്കാരൻ, ഒരു ചെറിയ മാടക്കടയിൽ പഴങ്ങൾ, ആപ്പിളുകൾ വിറ്റുകൊണ്ടിരുന്ന ആ പഴക്കച്ചവടക്കാരൻ എഴുതാനറിയില്ല, വായിക്കാനറിയില്ല, ഒപ്പിടാനറിയില്ല, സ്കൂളിൽ പോയിട്ടില്ല. അന്നൊന്നും അവിടെ സ്കൂളില്ല. സോ ദാറ്റ് ഈസ് നോട്ട് ഹിസ് മിസ്റ്റേക്ക്. എഴുതാനും വായിക്കാനും ഒപ്പിടാനും ഇംഗ്ലീഷോ ഒന്നും അറിയാത്ത ആ പാവം മാടക്കട, ഏകദേശം ഇത്ര വലിപ്പമുള്ള ഒരു ചെറിയ മാടക്കടയിൽ ആപ്പിളുകൾ വിറ്റുകൊണ്ടിരുന്ന ആ മനുഷ്യൻ ആ വർഷം അമേരിക്ക കേന്ദ്രമായുള്ള വേൾഡ് വാച്ച് എന്ന സംഘടനയുടെ 20 ഡിഫറൻ്റ്ലി സക്സസ്ഫുൾ അച്ചീവേഴ്സ് ഓൺ ദ ഫേസ് ഓഫ് ദ ഗ്ലോബൽ ഇടം പിടിച്ചു. സിദ്ധാംശു ചതുർവേദി ലോകത്തിലെ 20 വ്യത്യസ്തരായ നേട്ടക്കാരുടെ പട്ടികയിൽ ഇടം പിടിക്കാൻ കാരണം ആ വർഷം ആ മാടക്കടയിലൂടെ റീറ്റെയിലായി അയാൾ വിറ്റത് 90 കോടി ആപ്പിളുകളാണ്. അന്നത്തെ ഇന്ത്യയുടെ ജനസംഖ്യയോട് അടുത്ത് നിൽക്കുന്ന എണ്ണം. അപ്പോൾ എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിലും ഹി വാസ് എ സക്സസ്ഫുൾ ബിസിനസ്മാൻ. സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ വെച്ചായിരുന്നു ഈ അവാർഡ് കൊടുക്കുന്നത്. സ്റ്റോക്ക്ഹോം സർവകലാശാലയുടെ സെനറ്റ് ഹാളിന്റെ ചേംബറിലൂടെ ഇയാളിങ്ങനെ അവാർഡ് വാങ്ങാൻ വേണ്ടി നടന്നു വരിക. ആരാ? ചതുർവേദി. ഏത് ചതുർവേദി? എഴുതാൻ അറിയാത്ത, വായിക്കാൻ അറിയാത്ത, ഒപ്പിടാൻ അറിയാത്ത, ഇംഗ്ലീഷ് അറിയാത്ത ചതുർവേദി ഇങ്ങനെ നടന്നു വന്നപ്പോൾ വെള്ളാരം കണ്ണുകളുള്ള, സ്വർണ്ണ തലമുടിയുള്ള സുന്ദരിയായ ഒരു സ്വീഡിഷ് പെൺകുട്ടി, ഒരു മാനേജ്മെന്റ് സ്റ്റുഡന്റ്, ബ്ലോക്ക്ഡ് ഹിം ഓൺ ഹിസ് വേ. തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു, മിസ്റ്റർ ചതുർവേദി, എഴുതാൻ അറിയാത്ത, ഇംഗ്ലീഷ് അറിയാത്ത ഈ ചതുർവേദിയോട് ചോദിച്ചതാ, മിസ്റ്റർ ചതുർവേദി, ഹൗ ഡു യു ലൈക്ക് ടു ഡിഫൈൻ ദ റോൾ ഓഫ് എറിക് ബേൺസ് ട്രാൻസാക്ഷണൽ അനാലിസിസ് തിയറംസ് ഇൻ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ബിസിനസ് മാനേജ്മെന്റ്? ചതുർവേദിക്ക് ഉത്തരം പറയാൻ പറ്റുമോ? സുബേറെ, പറ്റുമോ? അവിടെ നിങ്ങൾക്ക് തെറ്റി. ചതുർവേദി ഉത്തരം പറഞ്ഞു. കാരണം ആ നല്ല കച്ചവടക്കാരൻ, അമേരിക്കനായ കച്ചവടക്കാരൻ, ഇന്ത്യയിൽ നിന്ന് സ്വീഡനിലേക്ക് പോകുന്നതിന് മുൻപ് ഒരേ ഒരു കാര്യം ഇംഗ്ലീഷ് വാചകമാക്കി പഠിച്ചിട്ടാണ് പോയത്. ഒരൊറ്റ ഇംഗ്ലീഷ് വാചകം ആവശ്യപ്പെട്ട് പഠിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് വടിവത്ത ഇംഗ്ലീഷിൽ ആ ഒരു വാചകമാണ് ചതുർവേദി പറഞ്ഞത് ആ പെൺകുട്ടിയോട് മറുപടിയായി. ആ വാചകം അറിയോ? Can you tell me what was his answer? Naushad, can you tell me? No, make it in a sentence. Do you know? ഉറക്കെ, കുറച്ചുകൂടി ഉറക്കെ. Give him a clap. കാരണം അതാണ് ആ ഉത്തരം. I don't know. എനിക്കറിയില്ല. വിജയിക്കാൻ പഠിക്കേണ്ട മന്ത്രവും അത് തന്നെ. I don't know. എനിക്കറിയില്ല എന്ന് പറയുന്നവൻ്റേത് മാത്രമാണ് ഈ ലോകത്തിൽ വിജയത്തിന്റെ ഒസ്യത്ത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം when you declare I don't know, there are some questions arising from you to you. I don't know എന്ന് പറയുമ്പോൾ മാത്രം നമ്മളോട്, എനിക്കറിയില്ലെന്ന് പറയുമ്പോൾ മാത്രം നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. What I don't know, why I don't know, and how I will be able to know. എനിക്ക് എന്തറിയില്ല, എനിക്ക് എന്തുകൊണ്ടറിയില്ല, എനിക്ക് എങ്ങനെ അറിയാൻ കഴിയും എന്ന് നമ്മളോട് ചോദിക്കും. സുബൈർ എന്നോടൊരു കാര്യം പറയുമ്പോൾ I know എന്ന് ഞാൻ പറഞ്ഞാലൊരു അർത്ഥമേ ഉള്ളൂ, I just don't want to know. പക്ഷെ I don't know എന്ന് നൗഷാദിനോട് ഞാൻ പറഞ്ഞാൽ അടുത്ത നിമിഷം വേറെ ഒരു ജോലിയില്ല, എനിക്ക് ഒറ്റ കാര്യം ചെയ്തേ പറ്റൂ, അടുത്ത് ചെല്ലുക, I don't know പറഞ്ഞു തരൂ, അല്ലേ? I don't know എന്ന് പറയുന്നത് കൂടുതൽ അറിയാൻ, അതുവഴി വിജയിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുന്ന മന്ത്രമാണെന്നും, സ്കൂളിൽ I don't know എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും സാറും വഴക്കു പറഞ്ഞാലും ജീവിതത്തിൽ I don't know എന്ന് പറയുന്നത് വഴി ജീവിതത്തിൻ്റെ അറിവുകളിലേക്ക് കൂടുതൽ അടുക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് എൻ്റെ എളിയ ജീവിതാനുഭവത്തിൽ നിങ്ങൾക്കോട് പറയാനുള്ള ഒന്നാമത്തെ കാര്യം.